ദുരിതമനുഭവിക്കുന്നവരെ ചേർത്തുപിടിക്കാനുള്ള LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് മുണ്ടക്കൈ ദുരിതബാധിതർക്കുള്ള പുനരധിവാസ പദ്ധതിയുടെ പ്രഖ്യാപനം. കേന്ദ്ര സർക്കാർ നിർദ്ദയം കൈയൊഴിയുമ്പോഴും ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ടൗൺഷിപ്പിന്റെ സമഗ്ര പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. വയനാട് പുനരധിവാസത്തിന്റെ ടൗൺഷിപ്പ് രൂപരേഖ മന്ത്രിസഭ അംഗീകരിച്ച് നിമിഷങ്ങൾക്കകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ ചീഫ് സെക്രട്ടറി രൂപരേഖ അവതരിപ്പിച്ചു. കൽപ്പറ്റ നഗരസഭയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലും മേപ്പാടി പഞ്ചായത്തിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ഉടമസ്ഥതയിലുള്ള നെടുമ്പാല എസ്റ്റേറ്റിലും ലോക നിലവാരത്തിലുള്ള ടൗൺഷിപ്പ് നിർമ്മിക്കും. വിശദ പദ്ധതി രൂപരേഖയ്ക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ദേശീയപാതയോട് ചേർന്നുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 58.50 ഹെക്ടറിലും നെടുമ്പാല എസ്റ്റേറ്റിലെ 48.96 ഹെക്ടറിലുമാണ് ടൗൺഷിപ്പുകൾ. ഭൂമി വിലയിലെ വ്യത്യാസം കണക്കിലെടുത്ത് വീട് നിർമ്മിക്കാൻ എൽസ്റ്റണിൽ 5 സെന്റും നെടുമ്പാലയിൽ 10 സെന്റും വീതം മാറ്റിവെക്കും. മാർക്കറ്റ്, ആശുപത്രി, സ്കൂൾ, അങ്കണവാടി, കളിസ്ഥലം, റോഡ്, വൈദ്യുതി, കുടിവെള്ളം, ശുചിത്വ സംവിധാനം, കലാകായിക വിനോദ കേന്ദ്രം എന്നിവയെല്ലാം സജ്ജമാക്കും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. നടത്തിപ്പിലെ സുതാര്യതയും ഗുണമേന്മയും ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സമിതി ഉറപ്പുവരുത്തും. ദുരിതബാധിത കുടുംബങ്ങളുടെ അന്തിമ പട്ടിക 25-നകം പുറത്തിറക്കും. അതിവേഗം വീടുകൾ കൈമാറുകയാണ് സർക്കാർ ലക്ഷ്യം. വീടുകളുടെയും സ്ഥലത്തിന്റെയും പൂർണ്ണ ഉടമസ്ഥാവകാശം ഗുണഭോക്താക്കൾക്ക് കൈമാറും. വിൽപ്പനയ്ക്ക് നിയന്ത്രണമുണ്ടാകും. ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്നുള്ളവർക്ക് 15 ലക്ഷം രൂപ നൽകും. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്കും ഇതേ തുക നൽകും.